നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്റ്റോക്കിലേക്ക് വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സൈലന്റ് ആയിട്ട് അവർ സ്റ്റേക്ക് കൂട്ടുന്നത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റോക്ക് ഒഴിവാക്കുമോ? ഇപ്പൊ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മിക്കപ്പോഴും ഒരു സ്റ്റോക്ക് ഓൾറെഡി നല്ലപോലെ മൂവ് ചെയ്തതിന് ശേഷമാണ് ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ FISും DISും ഒരു സ്റ്റോക്ക് വാങ്ങുന്ന രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ സ്റ്റോക്ക് പ്രൈസ് വലിയ മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചില ഏർലി സിഗ്നൽസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഈ അടുത്ത ക്വാർട്ടർ അവസാനിച്ചപ്പോൾ ചില കമ്പനികൾ ജസ്റ്റ് DIs മാത്രമല്ല, പക്ഷേ FISും അവർ ഹോൾഡിംഗ്സ് കൂട്ടുന്നുണ്ട്. അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് രണ്ടുപേരും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ FIS അതുപോലെ DIs അവർ ഹോൾഡിംഗ്സ് കൂട്ടിയ 5 സ്റ്റോക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യരുത്. നമ്മൾ ബിസിനസ് വളരുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ട്, അതിൽ വാല്യൂഷൻ റീസണബിൾ ആണോ എന്നുള്ളത് നോക്കുന്നുണ്ട്, അതിൽ ഫണ്ടമെന്റൽസ് ഈ ഒരു ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ഒരു B2B എയർ കാർഗോ എയർലൈൻ ആണ്. അപ്പൊ ഈ ഒരു കമ്പനിയുടെ മാർജിൻ കഴിഞ്ഞ 3-4 വർഷത്തിൽ ഓൾമോസ്റ്റ് ഇരട്ടിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് അഫ്കോം ഹോൾഡിംഗ്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ മെയ് 2026 പ്രകാരം FIS അവരുടെ സ്റ്റേക്ക് 1.02% കൂട്ടിട്ടുണ്ട്. DIs നോക്കുവാണെങ്കിൽ ഇതിലും കൂടുതലാണ്, 6.55% കൂട്ടിയിട്ടുണ്ട്. ഇവരുടെ ബിസിനസ് സിമ്പിൾ ആണ്. അഫ്കോം കാർഗോ എയർക്രാഫ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരു സീ ഫുഡ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ പൊതുവെ അവർ DHL പോലെ ഒരു ലോജിസ്റ്റിക് പാർട്ണർ വഴിയായിരിക്കും ഒരു വർക്ക് ചെയ്യുന്നത്. ഈ ലോജിസ്റ്റിക് പാർട്ണർ എന്നിട്ട് അഫ്കോം എയർക്രാഫ്റ്റിൽ കാർഗോ സ്പേസ് ബുക്ക് ചെയ്യും. അപ്പൊ അഫ്കോമിന്റെ ജോലി എന്താന്ന് വെച്ചാൽ ഒരു എയർപോർട്ടിൽ നിന്ന് വേറെ ഒന്നിലേക്ക് കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. 2026 ഫൈനാൻഷ്യലിൽ ഇന്ത്യൻ എയർപോർട്ട്സ് ഏകദേശം 2.45 മില്യൺ മെട്രിക് ടൺസ് ഇന്റർനാഷണൽ ഫ്രൈറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. 2026 ഫൈനാൻഷ്യലിൽ അഫ്കോം 24,353 ടൺ കാർഗോ അവർ ഡ്രൈ ലീസ് ഓപ്പറേഷൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഏകദേശം 1% ഇൻഡിക്കേറ്റീവ് മാർക്കറ്റ് ഷെയർ ആണ്. അപ്പൊ മാർക്കറ്റ് ഇപ്പോഴും ഫോറിൻ കാരിയേഴ്സിൽ ഡോമിനേറ്റഡ് ആണ്. എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് അതുപോലെ എത്തിഹാഡ് ഒന്നിച്ച് ഇന്ത്യയുടെ ഇന്റർനാഷണൽ എയർ ഫ്ലൈറ്റ് മാർക്കറ്റിന്റെ ഏകദേശം 25% ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ കാരിയേഴ്സ് ഒന്നിച്ച് 13 മുതൽ 15% മാർക്കറ്റ് ഷെയർ മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുമ്പോൾ കമ്പനി നല്ല അട്രാക്റ്റീവ് ഗ്രോത്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. 5 year സെയിൽസ് CAGR 111%, അതിൽ പ്രോഫിറ്റ് CAGR 99%. മാർജിൻസും എക്സ്പാൻഷൻ ഫേസിലാണ്. 2026 ഫൈനാൻഷ്യലിൽ നല്ലപോലെ കയറി 40.5% വരെയായി. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു അക്കൗണ്ടിംഗ് പോയിന്റ് ഉണ്ട്. IND AS 116ന്റെ അഡോപ്ഷന് ശേഷം എയർക്രാഫ്റ്റ് ലീസ് റെന്റൽസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റിമൂവ് ചെയ്തു. അതിൽ ഡിപ്രീസിയേഷൻ അതിലെ ഇൻട്രസ്റ്റ് കോസ്റ്റോട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ അർത്ഥം ഇത് കാരണം EBITDA ഇൻഫ്ലേറ്റഡ് ആയെന്നാണ്. എന്നാൽ ഇവിടെ ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷൻ എക്സ്പെൻസും നല്ലപോലെ കൂടി. അപ്പൊ ഇത് നെറ്റ് പ്രോഫിറ്റിൽ പ്രഷർ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ EBITDA ലൈനിന് താഴെയുള്ള കോസ്റ്റ് നമ്മളിവിടെ ക്ലോസ് ആയിട്ട് തന്നെ ട്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓപ്പറേഷണലി 2026 ഫൈനാൻഷ്യലിൽ എയർക്രാഫ്റ്റ് യൂട്ടിലൈസേഷനും കമ്പനിയുടെ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഇവിടെ കണ്ടു. അപ്പൊ മുന്നേ എയർക്രാഫ്റ്റ് യൂട്ടിലൈസേഷൻ ഏകദേശം 5 hours per day ആയിരുന്നു. എന്നാൽ Q3 അതുപോലെ Q4 10 hours per day ആയിട്ട് കൂടി. ഇത് ഏഷ്യ പസഫിക് ആവറേജിനേക്കാളും ബെറ്റർ ആണ്. അതുപോലെ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റർ എയർക്രാഫ്റ്റിനായിട്ടുള്ള ഗ്ലോബൽ ബെഞ്ച് മാർക്കിന്റെ അടുത്താണ്. അതുപോലെ ഈൽഡ്, അതായത് ഓരോ കിലോഗ്രാം കാർഗോ എക്സ്പോർട്ട് ചെയ്തതിന് ഏൺ ചെയ്യുന്ന റവന്യൂ പെർ കിലോഗ്രാം $2.72 ആയിട്ട് ഇംപ്രൂവ് ആയി. ഇപ്പൊ മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യലിലേക്ക് 1200 കോടിയിലധികം റവന്യൂ ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നിലവിലെ റവന്യൂ ബേസിനേക്കാളും ഓൾമോസ്റ്റ് ഇരട്ടിയാണ്. അപ്പൊ കമ്പനി അവരുടെ ഫ്ലീറ്റ് 2 ബോയിങ് ഫ്രൈറ്റിൽ നിന്ന് 5 നാരോ ബോഡി എയർക്രാഫ്റ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ ബോയിങ് 737 ഫ്രൈറ്റിന് മന്ത്ലി റവന്യൂവിൽ ഏകദേശം 18 മുതൽ 20 കോടി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വൈഡ് ബോയിങ് 777 ഫ്ലൈറ്റിന് ഈവൻ ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബോയിങ് 737 റവന്യൂ പൊട്ടൻഷ്യനേക്കാളും 3 ഇരട്ടിയോടെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എയർക്രാഫ്റ്റിൽ നിന്ന് മാത്രം ആനുവൽ റവന്യൂ ഏകദേശം 720 കോടിയാണ്. ഫോർവേഡ് ബേസിൽ വാല്യൂഷൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിവിടെ കാണാം. സ്റ്റോക്ക് നിലവിൽ ഏകദേശം 30x P/ന്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ കമ്പനി 20% പാറ്റ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് 2027 ഫൈനാൻഷ്യൽ റവന്യൂ ടാർഗറ്റായ 1200 കോടി നേടിയ ഫോർവേഡ് P ഏകദേശം 15x ഇടിയാം. എന്നാൽ ഇവിടെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യാഷ് കൺവേർഷൻ ആണ്. 2026 ഫൈനാൻഷ്യലിൽ കമ്പനി 122 കോടിയുടെ പാറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് 36 കോടി മാത്രമായിരുന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് വലിയൊരു തുക ക്യാഷ് റിസീവബിൾസിലും അതർ കറന്റ് അസറ്റ്സിലും ടൈ ആവുന്നുണ്ടെന്നാണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി വരുന്നത് ഡിഫൻസ് അതുപോലെ സ്പേസ് സെക്ടേഴ്സിലേക്ക് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ കഴിഞ്ഞ 3 വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 30% CAGR ഗ്രോത്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതാണ് പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡ്. ജൂൺ 2026 FIS അവരുടെ സ്റ്റേക്ക് ഏകദേശം 3% കൂട്ടി. അതുപോലെ DISും അവരുടെ ഹോൾഡിംഗ്സ് ഏകദേശം 1.8% ഇവിടെ കൂട്ടി. ഇവരുടെ ബിസിനസ് വളരെ സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയാം.
സപ്പോസ് DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ISRO അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേജർ ഡിഫൻസ് കോൺട്രാക്ടിന് ഇപ്പൊ മിസൈൽ, സബ്മറൈൻ, ഡ്രോൺ, സാറ്റലൈറ്റ് അല്ലെങ്കിൽ ബ്രോഡർ സർവലൻസ് പ്രൊജക്ടിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഇലക്ട്രോണിക് സിസ്റ്റം ആവശ്യമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ പാരിസ് ഡിഫൻസ് ഈ സിസ്റ്റം ഡിസൈൻ അതിൽ മാനുഫാക്ചർ ചെയ്ത് നൽകും. 2026 ഫൈനാൻഷ്യലിൽ ഇന്ത്യൻ ഡിഫൻസ് പ്രൊഡക്ഷൻ ഏകദേശം 1.78 ലക്ഷം കോടി എത്തി. ഇതിൽ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഏകദേശം 24% അല്ലെങ്കിൽ ഏകദേശം 42,000 കോടിയാണ്. ഇപ്പം ഇന്ത്യൻ ഡിഫൻസ് പ്രൊഡക്ഷൻ 2029 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും പ്ലാൻ ചെയ്തതുപോലെ 3 ലക്ഷം കോടി എത്തിയാൽ പ്രൈവറ്റ് ഡിഫൻസ് ഓപ്പർച്യൂണിറ്റി ഏകദേശം 1.5 ലക്ഷം കോടി എക്സ്പാൻഡ് ചെയ്യാം. അതായത് നിലവിലെ സൈസിന്റെ ഏകദേശം 4 ഇരട്ടി. ഇപ്പോൾ ഓവറോൾ ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ പാരിസ് ഡിഫൻസ് ഇപ്പോഴും വളരെ ചെറുതാണ്. ഇപ്പൊ നിലവിലെ പ്രൈവറ്റ് സെക്ടർ ഡിഫൻസ് മാർക്കറ്റിന്റെ ഏകദേശം 1.1% അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ ഗ്രോത്ത് സ്പെക്ട്രത്തിന്റെ ഹയർ എൻഡിലാണ് കമ്പനി. ഇപ്പൊ 3 ഇയർ സെയിൽസ് CAGR 29%, അതിൽ 3 ഇയർ പ്രോഫിറ്റ് CAGR 34% നൽകിക്കൊണ്ട്. എന്നാൽ ബിസിനസ് കൂടുതലും പ്രോജക്ട് അത് ടെൻഡർ ബേസ് ആയതുകൊണ്ട് മാർജിൻ വോളറ്റൈൽ ആയിരുന്നു. കോൺട്രാക്ട് മിക്സ് മാറുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ക്വാർട്ടർ ടു ക്വാർട്ടർ ഫ്ലക്ച്വേറ്റ് ചെയ്യാം. ഇപ്പൊ ലോവർ ഇൻട്രസ്റ്റ് കോസ്റ്റ് കാരണം നെറ്റ് മാർജിൻ ഇംപ്രൂവ് ആയി. എന്നാൽ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. 2026 ഫൈനാൻഷ്യലില് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിന്റെ ഏകദേശം 18% അതർ ഇൻകത്തിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഗെയിൻസിൽ നിന്ന്. എന്നാൽ ഇത് പ്രോഫിറ്റബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇത് നോൺ ഓപ്പറേറ്റിംഗ് ആണ്, അതുപോലെ തന്നെ കൺസിസ്റ്റന്റും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കമ്പനിയുടെ പ്രോഫിറ്റിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇപ്പൊ ഡിഫൻസ് ബിസിനസ്സിൽ ഗവൺമെന്റ് കസ്റ്റമേഴ്സ്, ലോങ് അപ്രൂവൽ സൈക്കിൾ, അതുപോലെ റീടെൻഷൻ പേയ്മെന്റ്സ് എല്ലാം മിക്കപ്പോഴും ഹൈ റിസീവബിൾസിന് കാരണമാവും. അപ്പൊ കഴിഞ്ഞ 4 വർഷത്തിൽ ട്രേഡ് റിസീവബിൾസ് ഏകദേശം 43% CAGR വളർന്നിട്ടുണ്ട്. അപ്പൊ ഇത് കമ്പനിയുടെ സെയിൽസിനേക്കാളും വേഗത്തിലായിരുന്നു. ഇവിടെ 6 മാസത്തിൽ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റിസീവബിൾസ് 2025 ഫൈനാൻഷ്യൽ ഓൾമോസ്റ്റ് ഇരട്ടിയായിട്ടുണ്ട്. അപ്പൊ സെയിൽസിനെ അപേക്ഷിച്ച് നോക്കിയാലും അവരുടെ ഷെയർ ഇവിടെ കൂടിയിട്ടുണ്ട്. 2026 ഫൈനാൻഷ്യൽ റിസീവബിൾ ഏജിംഗ് ബ്രേക്കപ്പ് ഇതുവരെ അവൈലബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഏജിംഗ് റിസീവബിൾസ് ട്രെൻഡ് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളത് നമ്മൾ മുന്നോട്ടേക്ക് വളരെ ക്ലോസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ റിസീവബിൾസ് കൂടുന്നതിന്റെ ഇമ്പാക്ട് ക്യാഷ് ഫ്ലോയിൽ വിസിബിൾ ആയിരുന്നു. ഇപ്പൊ 2026 ഫൈനാൻഷ്യലില് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ജസ്റ്റ് 48% ആയിരുന്നു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് റിപ്പോർട്ടഡ് പ്രോഫിറ്റ്സിന്റെ നല്ലൊരു ഭാഗം ഇതുവരെ ആക്ച്വൽ ക്യാഷ് ഫ്ലോയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പൊ സെഗ്മെന്റ് ഗ്രോത്തും അൺഈവൻ ആയിരുന്നു. കമ്പനിക്ക് 2 മെയിൻ ബിസിനസ് സെഗ്മെന്റ്സ് ഉണ്ട്, ഡിഫൻസ് എഞ്ചിനീയറിംഗ് അതുപോലെ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്ട്രോണിക്സും. എന്നാൽ 2 സെഗ്മെന്റും ഹൈലി വോളറ്റൈൽ ആണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിഫൻസ് എഞ്ചിനീയറിംഗ് 2025 ഫൈനാൻഷ്യലിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. എന്നാൽ 2026 ഫൈനാൻഷ്യലിൽ 48% വളർന്നു. എന്നാൽ 2025 ഫൈനാൻഷ്യലിൽ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്ട്രോണിക്സ് 156% വളർന്നു. എന്നാൽ 2026 ഫൈനാൻഷ്യലിൽ ജസ്റ്റ് 12% ഗ്രോത്തിലേക്ക് നല്ലപോലെ സ്ലോ ആയി. അപ്പൊ ഇത് കൂടുതലും പ്രൊജക്ട് ഡെലിവറീസിന്റെ ടൈമിംഗ് കാരണമാണ്. അപ്പൊ ഇത് കാരണം ബിസിനസ് കൂടുതൽ ഓർഡർ ഡിപെൻഡന്റും അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. 2026 ഫൈനാൻഷ്യൽ അവസാനത്തോടെ പാരിസ് ഡിഫൻസിന് 986 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. ഇത് 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ 2 ഇരട്ടിയിൽ കൂടുതലാണ്. എന്നാൽ ഓർഡർ ബുക്ക് ട്രെൻഡ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. 2026 ഫൈനാൻഷ്യൽ ഓർഡർ ബുക്ക് ടു സെയിൽസ് റേഷ്യോ 2.07x ആയിരുന്നു. അത് 2025 ഫൈനാൻഷ്യലിനേക്കാളും കുറവാണ്. അപ്പൊ ഇതൊരു കൺസേൺ ആകാം. കാരണം പുതിയ ഓർഡേഴ്സ് വരുന്ന സ്പീഡ് കഴിഞ്ഞ വർഷത്തെ പോലെ സ്ട്രോങ് ആയിരുന്നില്ല എന്നാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. സോ ഗ്രോത്തിന്റെ അടുത്ത ഫേസിൽ ഇൻവെസ്റ്റേഴ്സ് ഫ്രഷ് ഓർഡർ ഇൻഫ്ലോ, എക്സിക്യൂഷൻ സ്പീഡ്, അതുപോലെ റിസീവബിൾസ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെല്ലാം ക്ലോസ് ആയിട്ട് തന്നെ ഇവിടെ മോണിറ്റർ ചെയ്യണം. അപ്പോൾ വാല്യൂഷനും എക്സ്പെൻസീവ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. പാരിസ് ഡിഫൻസ് നിലവിൽ 113x P അതുപോലെ 7x EV/EBITDA ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നല്ല പ്രീമിയത്തിലാണ്. ഈവൻ ദോ ഇവിടെ ROCയും ROയും കമ്പാരിറ്റീവ്ലി വീക്കർ ആണ്. ഈവൻ 3 ഇയർ പ്രോഫിറ്റ് ഗ്രോത്തിന്റെ ബേസിൽ സ്റ്റോക്ക് ഏകദേശം 3.37 PG റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻഎക്സ്പെൻസീവ് അല്ല. സോ ഇവിടെ വാല്യൂഷനൊപ്പം ഇൻവെസ്റ്റേഴ്സ് റിസീവബിൾ സൈക്കിൾ, ഓർഡർ ബുക്ക് കൺവേർഷൻ, അതിൽ ഫ്രഷ് ഓർഡർ ഇൻഫ്ലോയും ക്ലോസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യണം. അടുത്തത് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ പോർട്ട് ഓപ്പറേറ്റർ ആണ്. അപ്പൊ അതാണ് JSW ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ കഴിഞ്ഞ 3 മാസത്തിൽ FIS അവരുടെ സ്റ്റേക്ക് 3.7% കൂട്ടി. അങ്ങനെ അവർ ടോട്ടൽ ഹോൾഡിംഗ്സ് 10.71%. അതുപോലെ DISും അവരുടെ സ്റ്റേക്ക് 6.7% കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ബിസിനസ് വളരെ സിമ്പിൾ ആണ്. JSW ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനമായിട്ട് ഒരു B2B പോർട്സ്, ടെർമിനൽസ്, അതിൽ ലോജിസ്റ്റിക് കമ്പനിയാണ്. ഇപ്പോൾ കോൾ, അയൺ ഓർ, സ്റ്റീൽ പ്രൊഡക്ട്സ്, അതിൽ മറ്റ് കാർഗോ ഐറ്റംസ് എല്ലാം വലിയ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിന് വേണ്ടി പോർട്ട് ടെർമിനൽസ്, സ്റ്റോറേജ് ഫെസിലിറ്റീസ്, ലോജിസ്റ്റിക്സ് ഹബ്സിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കമ്പനീനെ സഹായിക്കും. 2026 ഫൈനാൻഷ്യലിൽ ഇന്ത്യയിലെ പോർട്സിലൂടെ ഏകദേശം 1.67 ബില്യൺ ടൺസ് കാർഗോ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോർട്സ് ഓപ്പറേറ്റിൽ അദാനി പോർട്സ് ആണ് ക്ലിയർ മാർക്കറ്റ് ലീഡർ. 2026 ഫൈനാൻഷ്യലിൽ ഏകദേശം 27% ഓൾ ഇന്ത്യ മാർക്കറ്റ് ഷെയറോടെ. ഇപ്പോൾ 2026 ഫൈനാൻഷ്യലിൽ JSW ഇൻഫ്രാസ്ട്രക്ചർ ഏകദേശം 122 മില്യൺ ടൺസ് കാർഗോ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഏകദേശം 7.3% ഓൾ ഇന്ത്യ കാർഗോ മാർക്കറ്റ് ഷെയർ ആണ്.
അപ്പോൾ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ കമ്പനി 19% 3 ഇയർ സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്. അതിൽ 29% 3 ഇയർ പ്രോഫിറ്റ് CAGR. അപ്പോൾ സെയിൽസ് ഗ്രോത്തിനേക്കാളും വേഗത്തിലാണ് പ്രോഫിറ്റ് ഗ്രോത്ത് ഇവിടെ കൂടിയത്. അപ്പോൾ അതിന്റെ മെയിൻ കാരണം ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. അപ്പോൾ അതിന്റെ ഒപ്പം ഹയർ അതർ ഇൻകം, ലോവർ ഇൻട്രസ്റ്റ് കോസ്റ്റും പ്രോഫിറ്റിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2026 ഫൈനാൻഷ്യലിൽ കാർഗോ വോള്യൂംസ് ജസ്റ്റ് 4% വളർന്നു. എന്നാൽ കമ്പനിയുടെ ഏകദേശം 20% ഇവിടെ കൂടി. അപ്പൊ ഇതിന്റെ അർത്ഥം കമ്പനി ഹാൻഡിൽ ചെയ്യുന്ന ഓരോ ടൺ കാർഗോയിൽ നിന്നും ഇപ്പൊ കൂടുതൽ റവന്യൂ നേടുന്നുണ്ടെന്നാണ്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം ടെർമിനലിലെ പ്രൈസ് ഹൈക്കും ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തുമാണ്. അപ്പൊ മാർജിനിലും കുറച്ച് പ്രഷർ കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം JSW ഇൻഫ്രാസ്ട്രക്ചർ പോർട്സ് ബിസിനസ്സിൽ നിന്ന് ലോജിസ്റ്റിക് ബിസിനസ്സിലേക്ക് എക്സ്പാൻഷൻ നടത്തുന്നതാണ്. അപ്പൊ നോർമലി ലോജിസ്റ്റിക് ബിസിനസ്സിലെ മാർജിൻ ഏകദേശം 15% മാത്രമാണ്. അതേസമയത്ത് കമ്പനിയുടെ മെയിൻ പോർട്ട് ബിസിനസ് 53% വരെ മാർജിൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലോജിസ്റ്റിക് ബിസിനസ് വളരുന്നുണ്ട്. രണ്ടും മിക്സ് ആകുമ്പോൾ കമ്പനിയുടെ ഓവറോൾ മാർജിൻസ് കുറച്ചുകൂടെ കുറയും. അതിന് ബ്ലെൻഡഡ് മാർജിൻ ഡൈല്യൂട്ട് ആകുന്നതാണ് ഇവിടെ പറയുന്നത്. വൺ ഓഫ് ഐറ്റംസ് കാരണം നെറ്റ് പ്രോഫിറ്റ് അഫക്റ്റഡ് ആയിട്ടുണ്ട്. 2026 ഫൈനാൻഷ്യലിൽ ഫയർ ഇൻസിഡന്റ് കാരണം ഏകദേശം 68 കോടിയുടെ എക്സെപ്ഷണൽ ലോസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് 2025 ഫൈനാൻഷ്യലിൽ ഇൻവെസ്റ്റ്മെന്റ് ഗെയിൻസും ഹയർ അതർ ഇൻകം പ്രോഫിറ്റിനെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു വൺ ഓഫ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പോലും പ്രോഫിറ്റ് ഗ്രോത്ത് സ്ലോ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിന്റെ കാരണം മെയിൻലി ഓപ്പറേറ്റിംഗ് മാർജിനിലെ പ്രഷർ റിയൽ ആയതുകൊണ്ടാണ്. സോ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മാർജിൻ ഡയലൂഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്. ഇനിയിപ്പം ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട വേറൊരു മെട്രിക് ആണ് അതർ ഇൻകം. ഇപ്പൊ 2026 ഫൈനാൻഷ്യലിൽ കമ്പനി ഏകദേശം 346 കോടി അതർ ഇൻകത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ബാങ്ക് ഡിപ്പോസിറ്റിന് ഏൺ ചെയ്ത ഇൻട്രസ്റ്റിൽ നിന്നാണ്. എന്നാൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിൽ ഇതിന് ഇപ്പോൾ നല്ലൊരു ഷെയർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ ഒരു ഫാക്ടർ നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാപെക്സ് അതിലെ അക്വിസിഷൻസ് കാരണം ഡെറ്റ് കൂടിയിട്ടുണ്ട്. എന്നാൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. കമ്പനിക്ക് ഈ ഒരു ഡെറ്റിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കംഫർട്ടബിളി മാനേജ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ അംബീഷ്യസ് ആണ്. ഇപ്പോൾ മാനേജ്മെന്റ് 2027 ഫൈനാൻഷ്യലിൽ 6850 കോടി റവന്യൂ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 28% റവന്യൂ ഗ്രോത്ത് ആണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 2027 ഫൈനാൻഷ്യലിൽ 3000 കോടി എബിറ്റ ടാർഗറ്റും അതിനുശേഷം 2028 ഫൈനാൻഷ്യലിൽ 5000 കോടി എബിറ്റ ടാർഗറ്റും മാനേജ്മെന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കമ്പനി 2027 അതിൽ 28 ഫൈനാൻഷ്യൽ കൂട്ടി ഏകദേശം 16,500 കോടി ക്യാപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് കമ്പനിയുടെ 2026 ഫൈനാൻഷ്യൽ റവന്യൂയുടെ 3 മടങ്ങിലധികമാണ്. മാനേജ്മെന്റ് ഇവിടെ ഗ്രീൻഫീൽഡ് പ്രൊജക്ടിനായിട്ട് ഏകദേശം 16% പോസ്റ്റ് ടാക്സ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ ബ്രൗൺഫീൽഡ് പ്രൊജക്ട്സിനായിട്ട് ഏകദേശം 20 മുതൽ 21% IRR ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഗ്രീൻഫീൽഡും ബ്രൗൺഫീൽഡ് പ്രൊജക്റ്റിൽ നിന്ന് ആവറേജ് പോസ്റ്റ് ടാക്സ് റിട്ടേൺ 18% അസ്യൂം ചെയ്താൽ പ്രൊജക്ട് എല്ലാം ഫുള്ളി റാമ്പ് അപ്പ് ആയതിനു ശേഷം കമ്പനിക്ക് വർഷം ഏകദേശം 2970 കോടി പോസ്റ്റ് ടാക്സ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കമ്പനി ഇപ്പം ഏൺ ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റിനേക്കാളും ഏകദേശം 2 മടങ്ങാണ്. എന്നാൽ ഇവിടുത്തെ മെയിൻ റിസ്ക്കും ക്ലിയർ ആണ്. അപ്പൊ കമ്പനിയുടെ കാർഗോ മിക്സ് ഇപ്പോഴും കോളും അയൺ ഓറിനെയും വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2026 ഫൈനാൻഷ്യലിൽ പരദീപ് പോർട്ടിൽ അയൺ ഓർ വോളിയൂംസ് കുറഞ്ഞത് കമ്പനിയുടെ ഓവറോൾ ഗ്രോത്തിനെ ബാധിച്ചു. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം ഈ ഒരു ഇമ്പാക്ട് ഇല്ലായിരുന്നെങ്കിൽ കാർഗോ വോളിയം ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്ത 4% പകരം ഏകദേശം 10% ആയിരുന്നേനെ ഇവിടെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കമ്പനി ഒരു നീഷ് പ്ലെയർ ആണ്. അപ്പൊ ഇത് APIസും സ്പെഷ്യാലിറ്റി കെമിക്കൽസും മാനുഫാക്ചർ ചെയ്യുന്ന ബാക്ക്വേർഡ് ഇന്റഗ്രേറ്റഡ് ബിസിനസ് മോഡലുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അതാണ് IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇപ്പൊ ജൂൺ 2026 പ്രകാരം പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് 4.8% കൂട്ടി. അപ്പൊ FIസും അവരുടെ ഹോൾഡിംഗ്സ് ഏകദേശം 3% കൂട്ടി. എന്നാൽ DISന്റെ ഹോൾഡിംഗ്സ് വളരെ ചെറിയ ഇൻക്രീസ് മാത്രമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ വളരെ സിമ്പിൾ ആണ്. ബ്രാൻഡഡ് മെഡിസിൻസ് നേരിട്ട് കൺസ്യൂമേഴ്സിൽ വിൽക്കുന്ന ഫാർമ കമ്പനിയല്ല ഇത്. പകരം മറ്റു ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ആവശ്യമായ APIs അഥവാ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു B2B കമ്പനിയാണ്. ഐബുപ്രോഫിൻ, പാരസെറ്റമോൾ പോലെയുള്ള APIസും ഈഥൈൽ അസറ്റേറ്റ് പോലെയുള്ള സ്പെഷ്യാലിറ്റി കെമിക്കൽസും കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഒരു ജനറിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് ഐബുപ്രോഫിൻ ടാബ്ലറ്റ്സ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് സ്വയം മാനുഫാക്ചർ ചെയ്യാൻ അവർക്ക് ഇവിടെ താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ IOL ബൾക്ക് API സപ്ലൈ ചെയ്യും. പിന്നെ ആ ഒരു ഫാർമ കമ്പനി ആ API യൂസ് ചെയ്ത് ഫൈനൽ ഐബുപ്രോഫിൻ ടാബ്ലറ്റ്സ് മാനുഫാക്ചർ ചെയ്യും. ഇന്ത്യയുടെ API മാർക്കറ്റ് 2025 ഏകദേശം 1.32 ലക്ഷം കോടി വാല്യൂ ഉണ്ടായിരുന്നു. അത് 2031 വരെ ഇത് വർഷം തോറും ഏകദേശം 7.7% CAGR വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ റവന്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ കമ്പനിക്ക് ഈ ഒരു മാർക്കറ്റിൽ ഏകദേശം 1.1% ഷെയർ ഉണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഏകദേശം 2% മാത്രമാണ്. മുമ്പ് കമ്പനിയുടെ ഗ്രോത്ത് കുറച്ച് വീക്കായിരുന്നു. അതിന്റെ പ്രധാന കാരണം പ്രൈസിംഗ് പ്രഷറും ഡിമാൻഡ് കുറഞ്ഞതും റവന്യൂവിനെ ബാധിച്ചതാണ്. എന്നാൽ Q4 FY26 കമ്പനി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ക്വാർട്ടർലി റവന്യൂ ഏകദേശം 619 കോടി റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത് കഴിഞ്ഞ വർഷത്തെ അതേ ക്വാർട്ടറിനേക്കാളും 17.7% ഗ്രോത്ത് ആണ്.
ഈ ഗ്രോത്തിന്റെ പ്രധാന കാരണം കെമിക്കൽ സെഗ്മെന്റിലും പാരസെറ്റമോളിലും ക്ലോപ്പിഡോഗ്രൽ പോലെയുള്ള APIസിലും കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഇംപ്രൂവ് ആയതാണ്. റവന്യൂ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ഇപ്പോഴും പ്രഷറിലാണ്. അതിന്റെ മെയിൻ റീസൺ കമ്പനിയുടെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കൂടിയതാണ്. ഇനി ഫ്യൂച്ചർ എക്സ്പാൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി അടുത്തിടെ നടത്തിയ കാപെക്സ് 10,800 MTPA പാരസെറ്റമോൾ പ്ലാന്റ്, പുതിയ കെമിക്കൽ ഫെസിലിറ്റി, എൻവയോൺമെന്റൽ എക്യുപ്മെന്റ് എന്നിവയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കാരണം ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. ഇവിടെ കമ്പനിയുടെ അസറ്റ് ടേൺ ഓവർ റേഷ്യോയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫൈനാൻഷ്യൽ 2022 1.11x ആയിരുന്നു, ഫൈനാൻഷ്യൽ 2026 ഏകദേശം 0.9x ആയി. അതായത് കമ്പനി പുതിയ അസറ്റ്സിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെങ്കിലും പ്രൈസിംഗ് പ്രഷർ കാരണം റവന്യൂ അതിന്റെ അനുപാതത്തിൽ ഇവിടെ വളർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ രൂപയുടെ അസറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഇവിടെ കുറഞ്ഞു. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് ഔട്ട്ലുക്ക് ഇപ്പോഴും പോസിറ്റീവ് ആണ്. 2027 ഫൈനാൻഷ്യലിലേക്ക് കമ്പനി 2,700 കോടി റവന്യൂ ടാർഗറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് 2026 ഫൈനാൻഷ്യൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2,319 കോടിയായിരുന്നു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് 15% റവന്യൂ ഗ്രോത്ത് ആണ്. 2027 ഫൈനാൻഷ്യലിലേക്ക് മാനേജ്മെന്റ് ഏകദേശം 14 മുതൽ 14.5% എബിറ്റ മാർജിൻ ഗൈഡൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ നിലവിൽ ഇത് ഏകദേശം 12% പക്ഷേ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം മാനേജ്മെന്റ് ക്രെഡിബിലിറ്റി ആണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ക്വാർട്ടേഴ്സിൽ മാനേജ്മെന്റ് നൽകിയ റവന്യൂ എബിറ്റ മാർജിൻ ഗൈഡൻസും കമ്പനി പലതവണ ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Q2 FY26 ഏർണിംഗ്സ് കോളിൽ മാനേജ്മെന്റിന് മുമ്പ് ടാർഗറ്റ് ചെയ്ത 13 മുതൽ 15% എബിറ്റ മാർജിൻ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവർ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് റിസ്ക് ഇവിടെ പറയാനുള്ളത് പ്രൈസിംഗ് പ്രഷറും പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ കമ്പനി അടുത്തിടെ 10,800 MTPA കപ്പാസിറ്റിയുള്ള പാരസെറ്റമോൾ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. എന്നാൽ ഗ്ലോബൽ ഡിമാൻഡ് വീക്ക് ആയതും പാരസെറ്റമോൾ പ്രൈസ് കുറഞ്ഞതും കാരണം ഈ പ്ലാന്റ് ഇനീഷ്യൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ പ്രതീക്ഷിച്ചത്ര നല്ലതായിരുന്നില്ല. ഐബുപ്രോഫിൻ സെഗ്മെന്റിലും കമ്പനി ഇപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. മുമ്പ് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ഐബുപ്രോഫിൻ ആയിരുന്നു. എന്നാൽ ഇൻഡസ്ട്രി മുഴുവനും ഡീ സ്റ്റോക്കിംഗ് നടന്നതും മാർക്കറ്റ് പ്രൈസ് താഴെ പോയതും കാരണം ഐബുപ്രോഫിന്റെ വില ഇപ്പോൾ 9 മുതൽ 10 USD റേഞ്ചിലാണുള്ളത്. അപ്പൊ ഇത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രധാന റിസ്ക് ആയിട്ട് ഇവിടെ തുടരുന്നുണ്ട്. ഈത്തേൽ അസറ്റേറ്റ് സെഗ്മെന്റിലും ഫിനിഷ് ഗുഡ്സ് പ്രൈസ് വളരെ വോളറ്റൈൽ ആണ്. അതായത് പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് വലിയ രീതിയിൽ മാറുന്നതുകൊണ്ട് കമ്പനിയുടെ ഏർണിംഗ്സ് എത്ര സ്റ്റേബിൾ ആയിരിക്കും എന്നതിൽ അൺസർട്ടനിറ്റി ഇവിടെ കൂടുന്നുണ്ട്. അപ്പൊ ഇത് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന റിസ്ക് തന്നെയാണ്. ഇവിടെ കമ്പനിയുടെ ഏറ്റവും വലിയ ലോങ് ടേം റിസ്ക് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ആണ്. FY26 ടോട്ടൽ സെയിൽസിന്റെ ഏകദേശം 68% ഐബുപ്രോഫിനും ഈത്തേൽ അസറ്റേറ്റും മാത്രമാണ് കൊണ്ടുവന്നത്. അതായത് കമ്പനി വളരെയധികം ഈ രണ്ട് പ്രൊഡക്ട്സിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവയുടെ പ്രൈസ് കുറയോ അല്ലെങ്കിൽ ഡിമാൻഡ് വീക്ക് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് കമ്പനിയുടെ റവന്യൂയിലും പ്രോഫിറ്റിലും നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അവസാന കമ്പനി B2B പ്രിസിഷൻ മാനുഫാക്ചറിംഗ് ബിസിനസ് ആണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ ഒരു ഇൻഡസ്ട്രി ഏകദേശം 17% CAGR വളർന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ലിമിറ്റഡ്. ജൂൺ 2026 വരെ FI7 സ്റ്റേക്ക് 2% ഇൻക്രീസ് ചെയ്തപ്പോൾ DISും ഏകദേശം 4.6% സ്റ്റേക്ക് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബിസിനസ് വളരെ സിമ്പിൾ ആണ്. ക്രാഫ്റ്റ്സ്മാൻ നേരിട്ട് കാർസോ ട്രക്സോ മാനുഫാക്ചർ ചെയ്യോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു കമ്പനിയല്ല. പകരം വലിയ OEMസിന് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിന് വേണ്ടി എഞ്ചിനും പവർ ട്രെയിൻ കോമ്പോണൻസും അലുമിനിയം കാസ്റ്റിംഗും അതിൽ വേറെ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് പാർട്സും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ഇന്ത്യയിൽ ഓട്ടോ കോമ്പോണന്റ് ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് സൈസ് ഏകദേശം 7.6 ലക്ഷം കോടിയാണ്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി ഏകദേശം 17% CAGR വളർന്നിട്ടുണ്ട്. ക്രാഫ്റ്റ്സ്മാൻ FY26 ഏകദേശം 8,069 കോടി റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബ്രോഡ് ഓട്ടോ കോമ്പോണന്റ് ഇൻഡസ്ട്രിയിൽ കമ്പനിക്ക് ഏകദേശം 1.1% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പൊ മുന്നോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 2030 ഈ ഒരു ഇൻഡസ്ട്രി ഏകദേശം 19 ലക്ഷം കോടി വരെ വളരുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് ഏകദേശം 25% എക്സ്പാൻഷൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസും വളരെ സ്ട്രോങ് ആയിരുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി 39% സെയിൽസ് ഗ്രോത്തും 32% പ്രോഫിറ്റ് ഗ്രോത്തും ഇവിടെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത വർഷങ്ങളിൽ മാർജിൻ പ്രഷറിലായിട്ടുണ്ട്. അപ്പൊ കമ്പനിയുടെ മാർജിൻ ഇപ്പോൾ കുറച്ച് പ്രഷറിലാണ്. അതിന്റെ മെയിൻ റീസൺ എക്സ്പാൻഷന് വേണ്ടിയുള്ള അഡീഷണൽ എക്സ്പെൻസും ബിവാഡിയും ഹൊസൂർ അക്വിസിഷനും കമ്പനിയുടെ ഓപ്പറേഷനിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ചെലവുകളുമാണ്. അപ്പൊ മാർജിൻസ് കുറഞ്ഞതിന്റെ മറ്റൊരു കാരണം അലുമിനിയം സെഗ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനി കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് റവന്യൂ നമ്പർ ഇവിടെ വലുതായിട്ട് കാണും. പക്ഷെ അതുകൊണ്ട് പ്രോഫിറ്റ് അതേ റേറ്റിൽ ഇവിടെ വളരില്ല. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താണ്? റിപ്പോർട്ടഡ് മാർജിൻ പെർസെന്റേജ് കുറവായിട്ട് തോന്നും. എന്നാൽ അത് ബിസിനസിന്റെ ആക്ച്വൽ സ്ട്രെങ്ത് കുറഞ്ഞെന്നല്ല അതിന്റെ അർത്ഥം. അക്കൗണ്ടിങ് എഫക്ട് കാരണം മാർജിൻ ലോവർ ആയിട്ട് കാണുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത മെയിൻ പോയിന്റ് ഡെറ്റ് ആണ്. 2026 ഫൈനാൻഷ്യലിൽ ടോട്ടൽ ബോറോയിങ്സ് ഏകദേശം 3,623 കോടിയിലേക്ക് കൂടി. അതേസമയത്ത് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1.1x കൂടി. ഇൻട്രസ്റ്റ് കവറേജ് 2.73x വരെ കുറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം കമ്പനിയുടെ ലിവറേജ് കൂടിയിട്ടുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന ക്വാർട്ടേഴ്സിൽ കമ്പനിയുടെ ഡെറ്റ് ലെവൽസ് എങ്ങനെ മാനേജ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് പേയ്മെന്റ് കംഫർട്ടബിളി സർവീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു മെയിൻ ഫാക്ടർ ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ ക്യാഷ് ഫ്ലോയും കുറച്ച് പ്രഷർ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ 2023 ഫൈനാൻഷ്യലിൽ 89% 2026 ഫൈനാൻഷ്യലിൽ വെറും 42% വരെ കുറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം കമ്പനി റിപ്പോർട്ട് ചെയ്ത ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ് ആക്ച്വൽ ക്യാഷ് ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വരുന്ന ക്വാർട്ടേഴ്സിൽ ക്യാഷ് കൺവേർഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്നും ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ക്ലോസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യേണ്ട ഒരു മെയിൻ മെട്രിക് ആണ്. ക്യാഷ് ഫ്ലോയിലുള്ള പ്രഷറിന്റെ മെയിൻ കാരണം വർക്കിംഗ് ക്യാപിറ്റലിൽ ക്യാഷ് കൂടുതൽ ടൈപ്പ് ആയതാണ്. റിസീവേഴ്സും ഇൻവെന്ററിയും ക്യാഷ് അബ്സോർവ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അലൂമിനിയം പ്രൈസ് കൂടുന്നുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഇൻവെന്ററിയുടെ വാല്യൂ വീണ്ടും ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് വളരെ കോൺഫിഡന്റ് ആണ്. 2027 ഫൈനാൻഷ്യലിൽ കമ്പനി ഏകദേശം 15% റവന്യൂ ഗ്രോത്തോടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടെ ടോട്ടൽ റവന്യൂ 9,000 കോടിയിലധികം കടക്കുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. കമ്പനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഗ്രോത്ത് ട്രിഗർ ആയിട്ട് ഇവിടെ കാണുന്നത് ഡേറ്റാ സെന്ററിലേക്കുള്ള സ്റ്റേഷനറി എഞ്ചിൻ ബിസിനസ് ആണ്. അപ്പോൾ ഡേറ്റാ സെന്റർ ബൂം കാരണം ബാക്കപ്പ് പവർ ജനറേറ്റേഴ്സിന് ഡിമാൻഡ് വളരെ വേഗത്തിൽ ഇവിടെ കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെന്റ് കമ്പനിക്ക് ലോങ് ടേമിൽ ഒരു മീനിങ്ഫുൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മാനേജ്മെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് 2030 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് 900 മുതൽ 950 കോടി റവന്യൂ ആണ്. ഇത് 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 10 മുതൽ 11% തുല്യമാണ്. പക്ഷെ വാല്യൂവേഷൻ നോക്കിയാൽ സ്റ്റോക്കിൽ ഇപ്പം തന്നെ ഫ്യൂച്ചർ ഗ്രോത്ത് എന്നുള്ള വലിയ എക്സ്പെക്ടേഷൻസ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 58 XP-യിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയത്ത് മാനേജ്മെന്റ് ഏകദേശം 15% ഗ്രോത്ത് മാത്രമാണ് ഗൈഡ് ചെയ്തത്. അതുപോലെ തന്നെ കമ്പനിയുടെ PG റേഷ്യോ ഏകദേശം 4x ആണ്. ഇത് കറന്റ് ലെവൽസിൽ വാല്യൂഷൻ കംഫർട്ട് വളരെ കുറവാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രീമിയം വാല്യൂഷൻ ജസ്റ്റിഫൈ ചെയ്യാൻ കമ്പനിയുടെ ഫ്യൂച്ചർ എക്സിക്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. ഇനി നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് സൺബീം ലൈറ്റ് വെയിറ്റിംഗ് സൊല്യൂഷൻസ് ആണ്. അപ്പൊ കമ്പനി അക്വയർ ചെയ്ത ഈ ഒരു സബ്സിഡറി കോർ ബിസിനസിനേക്കാളും വീക്ക് പെർഫോമൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ എബിറ്റ മാർജിൻ ഇപ്പോഴും ഏകദേശം 7% മാത്രമാണ്. അതിന്റെ പുറമെ എംപ്ലോയി കോസ്റ്റും വളരെ ഉയർന്ന നിലയിലാണ് ഇവിടെ ഉള്ളത്. റവന്യൂവിന്റെ ഏകദേശം 60% വരെ. അപ്പൊ ഇത് കമ്പനിയുടെ ഓവറോൾ മാർജിൻ കുറയ്ക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് ഇവിടെ മാറുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ഇതാണ് ഈ അടുത്ത് FIs-ഉം DAs-ഉം ഹോൾഡിംഗ്സ് ഇൻക്രീസ് ചെയ്ത കമ്പനീസിന്റെ അനാലിസിസ്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങളുടെ ഫേവറേറ്റ് കമ്പനി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്തതാണ്. ഇതൊരിക്കലും ഒരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.